പദവിയിൽ മാറ്റിയതിനു ശേഷം ഒരു നേതൃയോഗം ഡൽഹിയിൽ വിളിച്ചിരുന്നു. പക്ഷെ താങ്കൾ പങ്കെടുത്തില്ല. നേരെ ഇങ്ങോട്ട് കണ്ണൂരിലേക്ക് വരികയാണ് ചെയ്തത്. എനിക്കത് സമയമില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അതൃപ്തി അതിനകത്തുണ്ടോ? ഒരതൃപ്തിയുമില്ല. അതൃപ്തി ഉണ്ടെങ്കിൽ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചങ്ങ് പോകില്ലേ? എനിക്കെന്തായാലും ആരെങ്കിലും ഇഷ്യൂട്ട് വേണം. അത് വേണ്ടല്ലോ. ഈ മാറ്റം അതൊരു ഈ സമയം അത് ശരിയായോ? ആ മാറ്റിയ സമയം ശരിയാണ്? അത് പാർട്ടിക്കാർ വിലയിരുത്തട്ടെ. അത് സുധാകരനല്ല വിലയിരുത്തട്ടെ. പാർട്ടി അണികൾ വിലയിരുത്തട്ടെ. അനുഭവം എനിക്കതിലൊരു പരാതിയുമില്ല. അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് എൻ്റെ സേവനം വേണ്ട എന്നവർ പറഞ്ഞാൽ അത് വേണം എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ഇത് പാർട്ടിക്ക് ഒരു ഗുണകരമായ മാറ്റം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അതിന്റെ പ്രതികരണങ്ങളൊക്കെ വരുന്നത് ഈ സമയം ശരിയായില്ല എന്ന് വളരെ വ്യക്തമായി എല്ലാവരും പറയുന്നുണ്ട്. അത് തന്നെയല്ലേ കെ എസിന്റെ അഭിപ്രായം? ഒരു ഫൈറ്റിലേക്ക് പാർട്ടി പോവുകയാണ്. ആ ഫൈറ്റിലേക്ക് പോകുന്ന സമയത്ത് കെ എസിനെ മാറ്റുന്നു. അത് തെറ്റായ ഒരു സന്ദേശം നൽകില്ലേ അണികൾക്ക്? തെറ്റല്ലെങ്കിലും ശരിയല്ല. ശരിയല്ല. ഞാനിവിടെ ഒരു ഇലക്ഷൻ്റെ എല്ലാ പ്രിപ്പറേഷനും ചെയ്ത് നിൽക്കുന്നത് വോട്ടർ പട്ടികൻ്റെ വർക്ക് മുതൽ താഴെത്തട്ടിൽ ബൂത്ത് തലത്തിലുള്ള ഏറ്റവും ഒരു സംഘടന ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും കഠിനമായ പ്രവർത്തനം ബൂത്ത് തല പ്രവർത്തനമാണ്. ആ ബൂത്ത് തല പ്രവർത്തനത്തിൻ്റെ മെക്കാനിസം എല്ലാം കംപ്ലീറ്റ് പെർഫെക്റ്റായി നമ്മൾ വെച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തിലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അകത്ത് സജീവമായി സക്രിയമായി പ്രവർത്തിക്കാനുള്ള മെക്കാനിസം താഴെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ 28,000 ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുടുംബ സംഗമം കമ്മിറ്റിയുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇനിയൊരു പണിയില്ല ബാക്കി. അതൊക്കെ ചെയ്ത് തീർത്ത് വെച്ചിട്ടുണ്ട്. അത് പാർട്ടിക്ക് വേണ്ടിയാണ്. അതിൻ്റെ നിരാശയൊന്നുമില്ല. അതെന്നെ അതിലിടയ്ക്ക് എന്നെ മാറ്റിയത് കൊണ്ടുള്ള നിരാശ എനിക്കില്ല. പാർട്ടിക്ക് തോന്നിയ സംസ്ഥാന നേതാക്കന്മാർക്കുമല്ല അഖിലേന്ത്യാ നേതാക്കന്മാർക്ക് കെ സുധാകരൻ്റെ സേവനം മാത്രം മതി എന്നവർക്ക് തോന്നിയാൽ അവിടെ വെച്ച് എനിക്ക് സമ്മതമാണ്. ഈ ദീപാദാസ് മുൻഷിക്ക് താങ്കളോട് എന്താണ് വൈരാഗ്യം? ദീപാദാസ് മുൻഷിയും ഞാനും തമ്മിൽ തർക്കമൊന്നുമില്ല. അവരാ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെ കുറിച്ചിട്ട് എനിക്ക് പരാതിയുണ്ട്. ആ റിപ്പോർട്ടിലാണ് പരാതി, വേറെ ഒന്നുമില്ല. സംസ്ഥാനത്തിന്റെ ചുമതലയിൽ നിന്ന് മാറ്റണം താങ്കൾക്ക് ഒരു ആവശ്യമുണ്ടോ? അത് പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളൂ, പത്രക്കാരോട് പറയണ്ട. അല്ല, അവര് നേതൃസ്ഥാനത്ത് നിൽക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പോകുന്നു. ആ പോകുമ്പോൾ അവരെ വെച്ച് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ നടത്തുന്ന ഒരാൾ അതിനെ നയിക്കാൻ നിൽക്കുമ്പോൾ അത് ഗുണകരമാവും. അത് അങ്ങനെ വന്നാലല്ലേ പറയണ്ടോ? ഇപ്പൊ ആയില്ലല്ലോ. എന്നെ ഇലക്ഷൻ്റെ തന്നെ ചാർജ് എനിക്ക് തരുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ലല്ലോ. ഒരുപക്ഷെ ദീപാദാസ് മനുഷ്യ പറയുന്നത് പ്രകാരം എന്നെ നിർത്തുന്നില്ല, എനിക്ക് ചാർജ് തരുന്നില്ല. വേണ്ട, തരുന്നോ എടുക്കാം. കേസിനെ മാറ്റാൻ വേണ്ടി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാൾ വന്നാലേ പാർട്ടിക്ക് രക്ഷയുള്ളൂ എന്ന രീതിയിൽ ഒരു പൊതുചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചിത്രമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെയൊന്നും കോൺഗ്രസിൻ്റെ മനസ്സിൽ ആർക്കും അങ്ങനെയൊന്നുമില്ല. സണ്ണി വക്കീൽ അർഹതയുള്ളൊരു കോൺഗ്രസ് നേതാവാണ്. എൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനായി കണ്ണൂർ ജില്ലയിൽ വളർന്നു വന്നയാളാണ്. എൻ്റെ പിറകെ വന്ന DCC പ്രസിഡൻ്റാണ്. ആ ബന്ധങ്ങളൊക്കെ ഞാനും സണ്ണിയും ഉണ്ട്. അതുകൊണ്ട് സണ്ണി വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നാണ് എൻ്റെ അനുഭവം കൊണ്ടുള്ള എൻ്റെ വിശ്വാസം. ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിണറായിയെ പോലെ കരുത്തനായ ഒരു നേതാവാണ് CPM-ന്. ആര് ഓപ്പോസിറ്റ് നിൽക്കുന്നത് പിണറായിയെ പോലെ കരുത്തനായ നേതാവാണ് CPM-ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കെ സുധാകരൻ തന്നെ അതിനോട് മല്ലിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമാണോ? അല്ല, നേതൃസ്ഥാനത്ത് എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനമില്ലെങ്കിലും കോൺഗ്രസിൻ്റെ അകത്ത് ഒരു നേതാവെന്ന നിലയ്ക്ക് ഞാൻ നിൽക്കുമ്പോൾ പിണറായി വിജയൻ എവിടെ നിന്നാലും ഞാൻ കോൺഗ്രസിൻ്റെ അകത്ത് അദ്ദേഹത്തെ എതിർക്കാനുണ്ടാവും. എനിക്ക് എതിർക്കാൻ സാധിക്കും. പിന്നെ പിണറായി വിജയൻ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു വലിയ ഒലക്കിയും കുന്തമൊന്നും അല്ല. സ്വന്തം പാർട്ടിക്കകത്ത് സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഞാനൊക്കെ ഭൂരിപക്ഷം ഉണ്ടായി. ഇപ്പോൾ അറിയോ നിങ്ങൾക്കത്? കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ അകത്ത് എനിക്ക് 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി. ഭൂരിപക്ഷം ഒന്ന് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഗോവിന്ദൻ മാസ്റ്ററുടെ സെക്രട്ടറിയുടെ വർഷങ്ങളായി പാർട്ടിയുടെ സെക്രട്ടറിയുടെ നിയോജക മണ്ഡലമാണ് തളിപ്പറമ്പിൽ എനിക്ക് ഭൂരിപക്ഷം 8,000 വോട്ട്. പിണറായി വിജയൻ്റെ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായിയിലും എനിക്ക് ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം അണികൾ തന്നെ അദ്ദേഹത്തിന് എതിരായി തിരിയുന്നൊരു കാലഘട്ടമാണ് CPM. അതായത് മറ്റേ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കേസിന്റെ കീഴിൽ മികച്ച വിജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ ഒരു KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാനുള്ള അവകാശം നേതൃത്വം നൽകേണ്ടതായിരുന്നില്ലേ ശരിക്കും? അല്ല, നേതൃത്വം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും.
എനിക്കതിന് ഔദ്യോഗിക സ്ഥാനമൊന്നും വേണ്ട. എനിക്കെൻ്റെ പ്രവർത്തകരെ മതി. പറയുന്നിടത്ത് നിൽക്കുന്ന പ്രവർത്തകന്മാർ കണ്ണൂരിൽ എനിക്കുണ്ട്, കേരളത്തിലുണ്ട്. അവരത് പ്രവർത്തിച്ചാൽ മതി. എനിക്കൊരു പാർട്ടിയുടെ അംഗീകാരവും പാർട്ടിയുടെ പിന്നെ അഭിനന്ദനമൊന്നും എനിക്ക് വേണ്ട. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമെന്ന് അത്യാവശ്യം നല്ല പോസ്റ്റല്ലേ പാർട്ടി സമയത്ത്? കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോസ്റ്റല്ലേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം? വലിയ പോസ്റ്റായിരിക്കും. അല്ല, മുൻ KPCC പ്രസിഡന്റുമാർക്കൊന്നും എനിക്ക് തോന്നുന്നത് അങ്ങനെ അത്ര പദവി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പദവി കിട്ടിയിട്ട് എന്താ കാര്യം? എന്താണ് അതുകൊണ്ടുള്ള ഗുണം? ഒരു പാർട്ടി ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എവിടെ വരെ? ആ സ്ഥാനം കേസ് ഏറ്റെടുക്കുമോ ശരിക്കും? അല്ല, ഏറ്റെടുക്കൽ പാർട്ടി പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കും. ഞാൻ പാർട്ടിക്ക് വിധേയനാണ് എല്ലാവരും. പാർട്ടി പറഞ്ഞാൽ ആ സ്ഥാനം ഏറ്റെടുക്കും. അതിന് എന്താ എന്തുണ്ട് ഇല്ല സൃഷ്ടിക്കാനുള്ള ഒരു പോസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അത്. അങ്ങനെയും ഞാൻ പറയുന്നില്ല. പാർട്ടി പറയുന്ന ഏത് പോസ്റ്റും ഞാൻ ഏറ്റെടുക്കും. ദേശീയ നേതൃത്വത്തിൽ ചിലർക്ക് താല്പര്യമില്ല. ദേശീയ നേതൃത്വത്തിൽ വളരെ പ്രധാന നിർണായകമായ സ്ഥാനത്തിരിക്കുന്നത് KC വേണുഗോപാലാണ്. ഉൾപ്പെടെയുള്ള ആളുകളാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വ്യക്തിപരമായിട്ടൊന്നും എന്നോട് ചോദിക്കേണ്ട, അതിൻ്റെ ഉത്തരം കിട്ടില്ല. അഖിലേന്ത്യാ നേതൃത്വത്തോടാണോ കേസിന്റെ എതിർപ്പ്? എനിക്ക് ആരോടും എതിർപ്പൊന്നുമില്ല. ഇതാരാ പറഞ്ഞതിന്? ഞാൻ പറഞ്ഞു എതിർപ്പുണ്ടെന്ന് അഖിലേന്ത്യാ നേതൃത്വത്തിന്. സ്വാഭാവികമായും ഏത് രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചും നേതൃരംഗത്തിരിക്കുന്ന ആളുകൾക്ക് ഒരഭിപ്രായം ഉണ്ടാവും. ആ അഭിപ്രായം അനുകൂലമാകാം, എതിരാവാം. നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അവിടെ UDF വലിയൊരു വിജയം നേടിയാൽ പിന്നെ കേസിനെ തൊടാൻ കഴിയില്ല എന്ന് കരുതുകയാണ്. ഈ തിരക്കിട്ട ഈ ഒരു മാറ്റം അങ്ങനെ എന്തെങ്കിലും സംശയിക്കുന്നു? അങ്ങനെയൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഉണ്ടെങ്കിൽ നമ്മൾ വലിയ വോട്ടിങ് ജയിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് നിലമ്പൂർ. ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് ഇലക്ഷൻ ഉണ്ടെങ്കിൽ ജയിക്കും. ഇലക്ഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതൊരു സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നേതൃമാറ്റം എന്നൊക്കെ പറയുമ്പോൾ താങ്കൾക്കൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് വന്നത്. ഒരു നേതൃമാറ്റം വരികയാണെങ്കിൽ സംസ്ഥാനത്ത് ആകെ പാർട്ടിയിലും ഈ മുന്നണി സംവിധാനത്തിലും ഒക്കെ ഒരു മാറ്റം വരുത്തേണ്ടതല്ല. UDF കൺവീനറെ മാറ്റിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനെയും ആ നിലക്ക് മാറ്റേണ്ടതല്ലേ ശരിക്കും? പ്രതിപക്ഷ നേതാവിനെ മാറ്റിയിട്ടില്ല. അവർക്ക് താല്പര്യം, അവർക്ക് മാറ്റേണ്ടെന്ന് അഭിപ്രായം ഉണ്ടാവും. അതൊക്കെ ഓരോ നേതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അതിൻ്റെ നിർണ്ണയിക്കും, സ്വാഭാവികം. ഐ ഡോണ്ട് ബോദർ അബൌട്ട് ഇറ്റ്. VD സതീശന്റെ റോൾ എന്താണ് താങ്കൾ സംശയിക്കുന്നത്? ഈ മാറ്റത്തിൽ VD സതീശന്റെ റോൾ എന്താണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും റോൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം അങ്ങനെ മുൻകൈ എടുത്ത് ഇറങ്ങിയോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമാണ്. എനിക്ക് അങ്ങനെ തെളിവൊന്നും എൻ്റെ മുമ്പിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിനകത്തൊരു വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം നോക്കട്ടെ, എൻ്റെ കാര്യം ഞാൻ നോക്കാം. പ്രസിഡന്റ് പുതിയ കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോൾ ആ സമയത്ത് കേസിന് സൂചന ഉണ്ടായിരുന്നു മാറ്റുന്ന പുതിയ കമ്മിറ്റി പുതിയ KPCC ഭാരവാഹികൾ പ്രഖ്യാപിച്ചപ്പോഴാണോ അങ്ങ് അറിഞ്ഞത് അങ്ങനെ മാറ്റുന്നു എന്നുൾപ്പെടെയുള്ള കാര്യം? അല്ല, അതിന് മുമ്പേ തന്നെ മാറ്റുമെന്നുള്ള ഒരു അറിയിപ്പ് ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ദിവസത്തെ ആ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധിയും കാഗേജിയും അതിലഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. മാറ്റുമെന്ന് ഒരു തരത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് വേദന ഉണ്ടാക്കിയോ? അങ്ങനെ വിളിച്ചു വരുത്തി ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ച് അന്ന് പറയാതെ പിന്നീട് ഒരു തീരുമാനം പ്രഖ്യാപിച്ചു, അതിൽ വിഷമമുണ്ടോ? വിഷമമൊന്നുമില്ല. വിഷമിച്ചിട്ട് ഇപ്പം എന്താ കാര്യം? അല്ല, അത് ശരിയായ ഒരു കേസിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവല്ലേ അങ്ങനെ ചെയ്യേണ്ട? അത് എന്നോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അവരോട് പോയി ചോദിക്കുന്നതാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ പ്രയാസം ഉണ്ടായിട്ടില്ല. ചർച്ചകൾ നടന്ന സമയത്ത് KC വേണുഗോപാലിന്റെ പോലും സപ്പോർട്ട് താങ്കൾക്ക് കിട്ടിയിട്ടില്ലേ? ഇതില് KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അഖിലേന്ത്യാ തലത്തിൽ നടക്കുമ്പോൾ KC വേണുഗോപാലിന്റെ സപ്പോർട്ട് പോലും താങ്കൾക്ക് ലഭിച്ചിട്ടില്ലേ? ഞാൻ ആരുടെ സപ്പോർട്ടിന് വേണ്ടിയും പുറകെ നടന്നിട്ടില്ല. ആരുടെയും സപ്പോർട്ടിന് വേണ്ടി ഞാൻ പുറകെ നടന്നിട്ടില്ല. പറഞ്ഞ വാക്ക് പറഞ്ഞതുപോലെ എഴുതണം കേട്ടോ. ആരുടെയും സപ്പോർട്ടിന് വേണ്ടി ഞാൻ ആരുടെയും പുറകെ നടന്നിട്ടില്ല. എൻ്റെ നോമിനി അല്ലെങ്കിലും എൻ്റെ ഫുൾ അറിവ് അതിൻ്റെ അകത്തുണ്ട്, പിന്തുണയുമുണ്ട്. കേസിനെ മിണ്ടാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഈ സണ്ണി ജോസഫിന്റെ പേര് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ആന്റണി ആയിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു പാർട്ടിയിൽ. തീർച്ചയായിട്ടും ആന്റണിയേക്കാൾ നല്ല ചോയ്സ് ആണ്. അല്ല, അങ്ങനെ ഒരു രണ്ടാളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. ആന്റണിയും പിന്നെ സീനിയർ നേതാവാണ്, ഇദ്ദേഹവും സീനിയർ നേതാവാണ്. വലിയ കാര്യമൊന്നുമല്ല. 10-70 വയസ്സായ എനിക്ക്
ഇത്രയും 9 വയസ്സ് മുതൽ രാഷ്ട്രീയം കളിച്ചാൽ എനിക്ക് ഇത്രയും കാലാവധി എനിക്കൊരു വലിയ പ്രശ്നം. എൻ്റെ ഇത്രയും പാരമ്പര്യമുള്ളവർ വളരെ അപൂർവമാണ് ഇവിടെ. ഞാൻ 9 വയസ്സിൽ ഈ നാട്ടിൽ ഈ ബാക്കിലത്തെ റോട്ടിലൂടെ ഞാൻ കോൺഗ്രസിൻ്റെ കൊടിയെടുത്തിട്ട് മുദ്രാവാക്യം വിളിച്ച് 120 ചെറുപ്പക്കാർ കുട്ടികൾ 9 വയസ്സ് എൻ്റെ പ്രായക്കാരെയും കൂട്ടി ജാഥ നയിച്ചവനാണ് ഞാൻ. എന്താ ജാഥ എന്നറിയോ? അന്ന് അങ്കമാലിയിൽ ഫ്ലോറി എന്നൊരു പറയുന്ന ഗർഭിണീനെ വെടിവെച്ച് കൊന്നിരുന്നു. ആ ഗർഭിണീനെ വെടിവെച്ച് കൊന്ന അവർക്ക് വേണ്ടിയുള്ളൊരു മുദ്രാവാക്യമാണ്. തെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഘാതകരെ ഇക്കൊടിയാണിയ കട്ടായം ഈ പിള്ളേരൊന്ന് വളർന്നോട്ടെ പകരം ഞങ്ങൾ ചോദിക്കും. ഈ മുദ്രാവാക്യം വിളിച്ച് നടന്നവനാണ് ഞാൻ. 9ാമത്തെ വയസ്സിൽ. ഇപ്പോൾ ഓർമ്മയില്ല, പിന്നെ ഓർമ്മയില്ലാണ്ടിരിക്കുമോ? അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ സാധിക്കുന്നതല്ലല്ലോ. അതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നിയാലോട്ട് പ്രശ്നവുമില്ല. അത് അവരോട് ചോദിക്കണം. അത് എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? അത് എന്നെ മാറ്റി എന്ന് പറഞ്ഞ നേതാവ് ആരാണോ അവരോട് പോയി. ഇല്ല, എനിക്ക് മനസ്സിലായിട്ടില്ല, പിടികിട്ടിയിട്ടേ ഇല്ല. അതെ, ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു കമന്റ് ഉണ്ട്. എന്താണ്? ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ പിണറായി വിജയനും പിടിപാടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട്. അങ്ങനെ ഒരു സംശയം ഉണ്ടോ? പിണറായി വിജയൻ സംശയം ഇടക്കില്ല, പക്ഷേ പാർട്ടിക്കാർക്ക് സംശയം ഉണ്ടാവും. അതെ, പാർട്ടിക്കാർക്കായിട്ട് സംശയമുണ്ട്. അതിങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റായി ഒക്കെ വരുന്നുണ്ട്. അതൊരു ന്യായമായ ഒരു സംശയമാണല്ലേ? ന്യായമായ സംശയമാണ്. ഉറപ്പായിട്ടും. കാരണം ഞാൻ പ്രവർത്തകന്മാരെ സ്നേഹിക്കുന്നത് പോലെ ഒരു പാർട്ടിയിൽ ഒരു കോൺഗ്രസ് ഒരു നേതാവും സഹകരിക്കില്ല, സ്നേഹിക്കുകയില്ല. ഞാൻ ചോദിക്കട്ടെ, KSU ഒരു വലിയ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വന്നില്ലേ? തിരുവനന്തപുരത്ത് 2 ജില്ലകളിൽ മാത്രം 62 പുതിയ കോളേജുകൾ KSU വെട്ടിപ്പിടിച്ചു. അവിടെയൊക്കെ ഞങ്ങളുടെ കുട്ടികളെ തല്ലി അടിച്ചു പൊട്ടി ആശുപത്രിയിലാക്കി. അവർക്കെല്ലാം സംരക്ഷണം കൊടുത്തവനാണ് ഞാൻ. ആളുകളെ 8 എൻ്റെ കുട്ടികൾക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആശുപത്രിയിൽ മുഴുവൻ ഞാൻ നേരിട്ട് പോയിട്ടുണ്ട്, ചികിത്സിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ഉറുപ്പിക എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ പ്രവർത്തകരെന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ്. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അവർക്ക് വേണ്ടി ഏത് സംരക്ഷണം മേഖലയിലും ഞാൻ പോകും. ആ നന്ദി എൻ്റെ പ്രവർത്തകർ എന്നോട് കാണിക്കുന്നുണ്ട്. ഈ മാറ്റത്തിന് ശേഷം അങ്ങയുടെ ഗ്രാഫ് ഉയർന്നോ അതോ ഇടിഞ്ഞോ? ഏതിന്? KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനു ശേഷം അങ്ങയുടെ ഗ്രാഫ് ഉയർന്നോ അതോ ഇടിഞ്ഞോ? അതൊന്ന് ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കിയിട്ട് എന്നെ വിളിച്ച് പറയും. ഞാൻ ഗ്രാഫൊന്നും എടുത്തിട്ടില്ല. ഇനി എന്തായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം? അത് കേസ് പ്രതീക്ഷിച്ച അത്ര ആ ഒരു വിജയത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതക്ക് മങ്ങലേൽപ്പിക്കുകയാണോ ഇപ്പോഴത്തെ ഈ നീക്കങ്ങളൊക്കെ? അതിനൊന്നും ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇടതുപക്ഷത്തോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ 100% അവർക്കെതിരാണ്. സ്വന്തം പാർട്ടിക്കകത്ത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പാർലമെൻറ്റിൽ മത്സരിച്ചപ്പോൾ 1.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്ക് കണ്ണൂരിലുണ്ടായി. ഗോവിന്ദൻ മാഷ നിയോജക മണ്ഡലത്തിൽ എനിക്ക് 8,000-ൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി. പിണറായി വിജയൻ്റെ ധർമ്മടം എനിക്ക് ഭൂരിപക്ഷം ഉണ്ടായി. ആരുടെ വോട്ടാ? CPM-ൻ്റെ വോട്ടാ. ആ CPM-ൻ്റെ വോട്ട് പിണറായി വിജയൻ്റെ നമ്പർ 1 ശത്രുവായ എനിക്ക് തരാനുള്ള മാനസികാവസ്ഥയിലാണ് ഈ നാട്ടിലെ CPM-ൻ്റെ ആളുകൾ എന്ന് പറയുമ്പോൾ ഭാവി ഗുണകരമല്ല. പാർട്ടിയുടെ പ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോയി. പക്ഷെ നിയമസഭക്കകത്ത് പാർട്ടി ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ? ശരിക്കും മുന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമായി താരതമ്യം ചെയ്യുമ്പോൾ നിരവധി അഴിമതി ആരോപണങ്ങളൊക്കെ ചെന്നിത്തല നിയമസഭക്കകത്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതേ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിയമസഭയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു ഇല്ല എന്ന് പറയാനൊന്നും ഇല്ല, ഉണ്ട്. പക്ഷേ കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ പ്രതിപക്ഷ നേതാവിന്റെ കൂടെ KPCC പ്രസിഡന്റ് കൂടെ സഭയിലുണ്ട്. അപ്പൊ കൂടുതൽ മാറ്റങ്ങൾ വരുമോ? പ്രതിപക്ഷ നേതാവിനൊപ്പം KPCC പ്രസിഡന്റ് കൂടെ സഭയിലുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇടപെടലിന് കൂടുതൽ സാധ്യതയുണ്ടോ? സഭയിൽ എവിടെ ഉണ്ടായിരുന്നു? സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് നിയമസഭയിലുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ സ്വാഭാവികമായി കുറച്ചും കൂടെ കരുത്ത് കൂടും.
രണ്ടുപേരും ഒരുമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കരുത്ത് കൂടുതലേ ചെയ്യുക. ഒരു ചർച്ചയുണ്ടാവും, തെറ്റില്ലാത്ത രീതിയിൽ തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഒക്കെ ഒരു ഗുണമുണ്ട്, ഒരുപാട് ഗുണമുണ്ട്. വെറും ഈ മാധ്യമങ്ങളെ കണ്ട് പത്രസമ്മേളനം നടത്തുന്നത് മാത്രമല്ല പ്രതിപക്ഷ പ്രവർത്തനം അല്ല എന്നതുകൂടിയല്ലേ ഇതിൽ ആണ്. ശരിക്കും അത് മാത്രമല്ലേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അത് മാത്രമല്ലേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അല്ല, അത് മാറ്റാമല്ലോ, അത് മാറുമല്ലോ. ഇപ്പം പുതിയ ആളെല്ലാം വരുമ്പോൾ മാറുമല്ലോ. ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ആളായിരിക്കണം KPCC പ്രസിഡന്റ് എന്നാണ് ആ സമയത്ത്. ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന ആളായിരിക്കണം KPCC പ്രസിഡന്റ് എന്നാണ് K മുരളീധരൻ ആ സമയത്ത് പറഞ്ഞിരുന്നത്. സണ്ണി ജോസഫിന് അങ്ങനെ ഒരു ഫോട്ടോ കണ്ടാൽ എല്ലാവർക്കും അതൊരാഴ്ച കൊണ്ടാവും. അതായത് അല്ല, ഇല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടാവും. പക്ഷേ സണ്ണീനെ മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം. പക്ഷെ കേസ് ഉണ്ടാക്കി ഒരു ക്രൗഡ് പുള്ളിംഗ് ഉണ്ടാക്കാൻ സണ്ണി ജോസഫിനെ കൊണ്ട് സാധിക്കുമോ? അങ്ങനെ ഒരു കമ്പാരിസൺ വേണ്ട. ഓരോരാളുടെയും വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവാം. അത് നമ്മളൊരു പ്രശ്നമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. മുതിർന്ന നേതാക്കളെയൊക്കെ കൂടെ കൂട്ടി ഒറ്റക്കെട്ടായി കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടി സണ്ണി ജോസഫിന് സാധിക്കും. ഉറപ്പായിട്ട്. ഇതൊക്കെ നല്ല പാരമ്പര്യമുള്ള ഒരാളാണ്. വിദ്യാസമ്പന്നനാണ്, അഡ്വക്കേറ്റാണ്, രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, DCCൻ്റെ പ്രസിഡൻ്റായ ആളാണ് ഒക്കെയാണ്. DCC പ്രസിഡന്റ് മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല DC പ്രസിഡന്റുമാരുണ്ട്. ഇപ്പോൾ എൻ്റെ ജില്ലയിലെ മാർട്ടിൻ ഏറ്റവും നല്ല DC പ്രസിഡൻ്റാണ്. ഏത് തലത്തിലുള്ളവർക്കും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കണ്ണൂരിലെ കോൺഗ്രസിനെ നയിക്കുന്നത് മാർട്ടിനാണ്. എനിക്ക് മാർട്ടിൻ മതി ഇവിടെ വേണമെങ്കിൽ, പുതിയ മാർട്ടിനെ മാറ്റൊന്നും വേണ്ട എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട്. മൊത്തത്തിൽ മാറുമ്പോൾ മാറണമല്ലോ. പിന്നെ നമ്മളതിന് വിധേയരാകാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഈ കേസിന്റെ ഒപ്പം നിരവധി നേതാക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കേസിന് ഒരു ക്ഷീണം സംഭവിക്കുകയാണ് എന്ന് കണ്ടപ്പോൾ താങ്കൾക്കൊപ്പം നിന്ന ആളുകളൊക്കെ പതുക്കെ മറ്റ് ആളുകൾ, പ്രബലരായ ആളുകൾക്കൊപ്പം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പോയവരാരുമില്ല. പക്ഷേ നേരത്തെ എന്നോടൊപ്പം ഇല്ലാതിരുന്ന ആളുകൾ പുതിയ നേതൃത്വത്തേക്ക് കൈകൊടുത്തിട്ട് നിൽക്കുന്നുണ്ട്. സത്യ അല്ല, സണ്ണി ജോസഫ് ഉൾപ്പെടെ താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്ന സണ്ണി എൻ്റെ കൂടെ തന്നെയാണ്. സണ്ണി ഉണ്ടായിട്ടില്ലേ? ഇല്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. സണ്ണി എന്നും എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പേരാപൂര് പോയി അന്വേഷിച്ചാൽ അറിയും. പക്ഷെ KPCC പ്രസിഡന്റ് താങ്കളെ മാറ്റുമ്പോൾ താങ്കൾ സണ്ണി ജോസഫിന്റെ പേര് പറഞ്ഞില്ല. താങ്കളെ മാറ്റുകയാണെങ്കിൽ സണ്ണി ജോസഫിനെ ആക്കണം എന്ന് നേതൃത്വത്തോട് പറഞ്ഞിരുന്നു? ചോദിച്ചില്ല. താങ്കളോട് ചോദിച്ചില്ല? മറ്റുള്ളവരോടാണ് ചോദിച്ചത്? ആരോടാ ചോദിച്ചതെന്ന് എനിക്കറിയില്ല. അവർ സണ്ണിയുടെ പേര് പറഞ്ഞു. അത് ഞാൻ ഉൾക്കൊണ്ടു. കാരണം എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ച, എനിക്ക് താല്പര്യമുള്ള ഒരാളാണ് അദ്ദേഹം എന്നുള്ളത്. ഞാൻ അപ്പം തന്നെ സണ്ണീനെ വിളിച്ചിട്ട് അഭിനന്ദനം പറഞ്ഞു. താങ്കളെ മാറ്റിയതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് വലിയ തോതിൽ എതിർപ്പുണ്ടെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്? അതൊക്കെ അറിയാം. അത് പണി അണികൾക്ക് പൊതുവെ ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസമുണ്ട്, നേതാക്കന്മാർക്കും ഉണ്ട്. അതൊക്കെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് MP-മാർ യോഗത്തിലൊക്കെ പങ്കെടുക്കാതിരുന്നത്. അതൊന്നുമല്ല. അതും ഇതും തമ്മിലൊന്നും ബന്ധമില്ല. എനിക്ക് ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുന്നതിനും എനിക്ക് മടിയുമില്ല. എല്ലാ യോഗത്തിലും ഞാൻ പങ്കെടുക്കും. പക്ഷെ അന്ന് സൗകര്യമില്ലാത്തത് കൊണ്ട് പോയില്ല. അത്രയേ ഉള്ളൂ. താങ്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു തന്നെ പറയുന്നു. പക്ഷെ അതേസമയം സണ്ണി ജോസഫിനെ ആദ്യം സ്വീകരിക്കുന്ന സമയത്ത് തലയിൽ കൈവച്ചുകൊണ്ടാണ് അനുഗ്രഹിച്ചതൊക്കെ. അപ്പോൾ അവർ അതൃപ്തി ഉള്ളിലുണ്ടായിരുന്നു ആ സമയത്ത് പോലും? ഇല്ല. അതൃപ്തി എന്തിനാ? സണ്ണിക്ക് തലയിൽ കൈവച്ച് ഞാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കുമ്പോൾ പിന്നെ മനസ്സിൻ്റെ അകത്ത് അതൃപ്തി ഉണ്ടോ? മനസ്സ് തുറന്നാണല്ലോ. കൈ വെച്ച് സംസാരിക്കുക, കൈ വെച്ച് ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിൽ തട്ടി ഹൃദയമെടുത്ത് ഹൃദയം കൊടുക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് എൻ്റെ ചരിത്രമൊന്നുമില്ലെങ്കിൽ പ്രായമുള്ളവരോട് ചോദിക്കുക. ഇന്ന് ചെറുപ്പമായതുകൊണ്ടായിരിക്കും റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നുണ്ടോ? നാളെ സണ്ണി ജോസഫിന് വലിയൊരു സ്വീകരണം ഒരുക്കുന്നുണ്ട് കണ്ണൂർ. ഒരുക്കണമല്ലോ. എവിടെ നാളെയാ? അതെന്റെ പ്രോഗ്രാം നോക്കിയിട്ട് പറയാൻ ചെയ്യും. കേസ് മറ്റൊരു കാര്യം, ഈ മലപ്പട്ടത്ത് വലിയ സംഘർഷം ഒക്കെ ഉണ്ടായല്ലോ. ഞാൻ ഇന്നലെ പോയി. അവിടെ ഈ ധീരജിനെ കൊന്ന കത്തി അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിട്ടില്ല എന്ന ഒരു മുദ്രാവാക്യം വന്നിട്ടുണ്ട്. അതിപ്പോൾ CPM വലിയ ആരോപണമാക്കി മാറ്റുകയാണ്. നേതൃത്വത്തിന്റെ അറിവോടെ, കെ സുധാകരന്റെ ഒക്കെ അറിവോടെയാണ് ആ കൊലപാതകം നടന്നത് എന്ന രീതിയിൽ. ആ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാണ് ആ മുദ്രാവാക്യം. അതൊരു സാധാരണഗതിയിലെ പാർട്ടി പ്രവർത്തകന്മാർ അവരുടെ അവകാശത്തെ ചവിട്ടി മെതിക്കല്ലേ ചെയ്തത്.
അവിടുത്തെ ഒരു പൊതുയോഗം നമ്മൾ ഒരു യോഗം നടത്തുമ്പോൾ ആ യോഗം അടിച്ചു കലക്കാൻ വേണ്ടി നമുക്കെതിരായി പിന്നെ CPM ഗുണ്ടകൾ അവിടെ അങ്ങ് തലങ്ങ് വിലങ്ങ് അവിടെ ചീറ്റി നടന്നില്ലേ? നമ്മളെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ വളഞ്ഞിട്ട് തല്ലാൻ അവർ മെനക്കെട്ടില്ലേ? വണ്ടികൾ അടിച്ചു പൊളിച്ചില്ലേ? അതെല്ലാം അവർക്ക് ചെയ്യാം. അവർ തിരിച്ചൊന്നും ചെയ്തുകൂടാ. തിരിച്ചടിക്കേണ്ടി വന്നാൽ തിരിച്ചടിക്കും. ഞാനത് സ്റ്റേജിൽ തന്നെ കയറി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. CPM പഴയ CPM ആണെന്ന് കരുതണ്ട, ഞങ്ങൾ പഴയ കോൺഗ്രസ് ആണെന്ന് കരുതണ്ട, ഞങ്ങൾക്ക് മാറ്റേണ്ടത്, നിങ്ങൾ മാറേണ്ടി വരും എന്ന് സംസാരിച്ചിട്ടാണ് ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇനിയിപ്പോ പ്രവർത്തന കേന്ദ്രം കണ്ണൂർ തന്നെ ആയിരിക്കുമോ? അല്ലല്ല, എല്ലായിടെയും ഉണ്ടാവും. കേരളത്തിൽ എല്ലായിടെയും ഉണ്ടാവും. ദേശീയ നേതാക്കളെ കാണാൻ പോയ കൂട്ടത്തിൽ കേസ് ഇല്ലായിരുന്നു, ഇനി പോകുന്നുണ്ടോ? എവിടെ? ദേശീയ നേതാക്കളെ പുതിയ ആവശ്യമുണ്ടെങ്കിൽ പോകില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്, മത്സരിക്കുമോ? കണ്ണൂരിൽ മത്സരിക്കുമോ? പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. കണ്ണൂർ തന്നെ ആയിരിക്കും? കണ്ണൂർ തന്നെ പിടിച്ചെടുക്കും. ഓ, ഉറപ്പ്. കേസ് മത്സരിച്ചാൽ ഉറപ്പായും ജയിക്കും. ഉറപ്പായിട്ട്.